നാദക്കുരുന്നുകളുടെ നാദമധുര വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. മീനുട്ടി, എന്തോ ഇന്ന് നിങ്ങളുടെ ഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും ശിവന്റെ. അത് ഞാൻ പറയാം എന്തുകൊണ്ടെന്ന്. ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യയിലല്ലേ അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്. എന്നും ട്രഡീഷണൽ തന്നെയാണ്. എന്തായാലും കൊള്ളാം. നല്ല ഡ്രസ്സ്, നല്ല മാല. എനിക്കൊന്നുമില്ല, നിന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേലയ്ക്ക് പോകുമ്പം മാല കെട്ടുവാൻ 4-5 കല്ല് കടം തരുമോ? അല്ല, എനിക്ക് കുറച്ച് താമര പറ്റയും വേണം. നിങ്ങളിങ്ങനെ അതിശയിച്ച് നിൽക്കുക, ഇത് എന്താണെന്നല്ലേ? എനിക്കറിയാലോ, പാട്ടാണ് ഇത് ബാബുക്കേന്റെ പാട്ടല്ലേ? ഇത് ബാബുക്കയുടെ റൗണ്ടാണ്. അപ്പം ബാബുക്കയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിന്റെ ഏതാനും വരികളിൽ നിന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം മക്കളെ വിളിക്കടാ. സ്വരവസന്തത്തിന്റെ സ്നേഹസന്ധ്യയിലേക്ക് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി പാർവണ ജയോദയ എത്തുന്നു. വെൽക്കം പാർവണക്കുട്ടി ഓൺ സ്റ്റേജ്. ചക്കരെ, എന്തുണ്ട് മക്കളെ വിശേഷം? നല്ല സുഖം, കൊള്ളാം. നല്ല വേഷം. താങ്ക് യു സർ. ഈ ഡ്രസ് ആ സൈഡിൽ പോകും. ആ ഗാദറിംഗ്സ് ഒക്കെ ഇങ്ങനെ ലെഫ്റ്റോട്ട്. കൊച്ചെന്തെങ്കിലും ഉടുപ്പിട്ടോണ്ട് നിന്നോട്ടെ. എല്ലാം ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞ എന്ത് ചെയ്യും? അത് ലെഫ്റ്റിലോട്ട് പോണു, റൈറ്റിലോട്ട് പോണു. പാട്ട് കേട്ടാ പോരെ? വിഷമിച്ചു കുഞ്ഞ്. പാട്ട് കേട്ട മതിയാണോ? അപ്പൊ പാടാം. ഏത് പാട്ടാണ് മോള്? റെഡിയാണല്ലേ? പഠിച്ചിട്ടുണ്ടല്ലോ. ഇല്ല, പഠിക്കാതെ പിന്നെ ഇവിടെ വരുമോ? എല്ലാവരും ചോദിക്കില്ലേ, നല്ലോണം പഠിച്ചിട്ടുണ്ടോ? ഒപ്പി എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഒപ്പി എടുത്തോണ്ടോ? പാട്ട് പഠിച്ചോണ്ട് വന്നോന്ന് ചോദിച്ചു. പാട്ട് പഠിച്ചോണ്ട് വന്നോ? ആണ്, ആ പാട്ട് പഠിച്ചോണ്ട് വന്നതിന് പഠിക്കാതെ വരുന്നുണ്ടോ ഇവിടെ? ഒപ്പിയെടുത്തോ മോളെ, തിരിച്ചടിച്ച് ഒപ്പിയെടുത്തോ മോളെ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ലൻ വിരുന്നുകാരൻ. നിന്റെ വിരുന്നുകാരൻ. വിരുന്നുകാരൻ. തളിരിട്ട
പാർവണക്കുട്ടി സർ നന്നായിരുന്നു ഇവിടെ കേട്ടോ, Thank you, കൊള്ളാം, sir. നല്ല രസമുണ്ട്. പക്ഷെ ഈ പാട്ടുണ്ടല്ലോ എന്താണ്, ഒരു ഐക്കോണിക് സോങ് ആണ്. ഇതിനകത്തുനിന്നൊരു എല്ലട മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം വർഷങ്ങളോളം കുട്ടികൾ കോമ്പറ്റീഷനും ഗാനമേളയ്ക്കും അല്ല എല്ലാവരും പാടുന്നൊരു പാട്ടാണ്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ ഡൈനാമിക്സ് അങ്ങോട്ട് പിടിക്കാനുണ്ട് മോക്ക്. ജാനകിയമ്മ പാടിയിരിക്കുന്ന ഇപ്പം ഒരു 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 വരി തന്നെ എടുത്തു കഴിഞ്ഞാൽ തളിരിട്ട കീന ആ ടീന, അവിടൊക്കെ ഈ ശകലമാണെങ്കിലും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ. താമര മാല വാങ്ങാൻ, ആ വാങ്ങാൻ, മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നിൽ വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. അങ്ങനെയുള്ള കുറേ ഒരു എന്താണ് പറയുന്നത്, പോ നുള്ളി, ആ നുള്ളി കുറച്ച് കുറയും, പൂ പിന്നെ അടുത്ത് കൂടും. അങ്ങനെയുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു ക്ലാസിക്കാണിത്. മോൾ ആ മധുരപ്രതീക്ഷിതൻ എടുത്തത് ഇത്തിരി തെറ്റിപ്പോയി. പക്ഷേ ജാനകിയമ്മയായിട്ട് കമ്പയർ ചെയ്യില്ല ഞാൻ ഒരിക്കലും. കമ്പാരിസൺ ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ റോൾ മോഡൽ അല്ലെ, അത് പാടിയിരിക്കുന്ന ആളിനെ നമ്മൾ ഫോളോ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ആ മധുരപ്രതീക്ഷിതൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫുൾ ഓപ്പണാണ്. അത് കഴിഞ്ഞിട്ട് മണിദീപം, അവിടെ ആ ദീപം കൊളുത്തിയ, അങ്ങനെ ഒരു സംഭവം മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പല സ്ഥലത്തുള്ളൊരു പാട്ടാണ്. നന്നായിട്ട് പാടിയില്ല എന്നല്ല പറയുന്നത്, നന്നായിട്ട് തന്നെ പാടി. പക്ഷേ ഇതല്ല, ഇതിൻ്റെ ഒരു എസൻസ് ഇതിനകത്ത് വരാനുണ്ട്. ആ എസൻസ് എടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ മോൾ ഇത് പാടിയേ പറ്റൂ. കാരണം യു ഹാവ് ഗോട്ട് എ ഫാന്റാസ്റ്റിക് വോയിസ്, നല്ല ശബ്ദമാണ്. ഈ സംഗതികളൊക്കെ മണിമണിയായിട്ട് പാടിയിട്ട് ഞാൻ പറഞ്ഞ ആ ഭാവങ്ങളും ഉൾക്കൊള്ളിച്ചൊന്നു കൊണ്ടുവരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നീ ഇത് യഥാർത്ഥമായിട്ട് കേട്ട് തന്നെ പഠിച്ചതാണോ? ജാനകി അമ്മ പാടിയത് കേട്ട് അത് വളരെ ഉൾക്കൊണ്ടാണോ മോള് അത് പഠിച്ചതും? അതെ മോളെ, അതിൻ്റെ ഒരു സോൾ എന്ന് പറഞ്ഞ ആത്മാവ്, നമ്മൾ എങ്ങനെയാ അത് പാടുന്നത്, അത് ഇതിനകത്ത് എക്സ്ട്രാ ഇംപ്രവൈസ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അതിലുള്ളത് പാടിയാൽ തന്നെ അധികമാണ്. ഓരോ സംഗതിക്കും ഒരു അർത്ഥമുണ്ട്, ഒരു അർത്ഥവ്യാപ്തിയുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത് റെക്കോർഡിട്ട പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. അവർ ചുമ്മാ ഇരുന്നാലും ഈ പാട്ട് കേട്ടോണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ട് നമ്മളുടെ അടുത്ത് പാടും വളരെ സൂക്ഷിച്ചും കണ്ടും പാടണമോളൂ. അപ്പോൾ ആ സംഗതികളൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ട് കുഞ്ഞ് കേട്ടോ. അതിൻ്റെ ഒരു യഥാർത്ഥ എങ്കിലേ അത് നമുക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ മക്കളെ. മോള് നല്ലൊരു പാട്ടുകാരി ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ എം ജി എണ്ണൻ പറഞ്ഞ പോലെ അത് ഞാൻ കടമെടുക്കുകയാണ് എം ജി എണ്ണൻ്റെ അടുത്ത്. മോളിത് ഒരു തവണ നമുക്ക് വൃത്തിയായിട്ട് പാടി കേൾപ്പിക്കും, അസാധ്യമായിട്ട്. താങ്ക് യു. പാർവണക്കുട്ടി സർ. എന്താണ്, എങ്ങനെ തോന്നുന്നു? ചില സ്ഥലത്ത് സ്ലിപ്പായിപ്പോയി, മധുരപ്രതീക്ഷിതനവിടെ ശ്രുതി. ഞാനൊരു കാര്യം പറയട്ടെ, പാർവണക്കുട്ടിയുടെ ശബ്ദം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വി ഹാവ് ഹിയർ. 100% ഞാൻ പറയാണ്. പക്ഷേ മോക്ക് പല സ്ഥലത്തും ഈ ഫോക്കസ്, ഈ ഫൈനർ ഡീറ്റെയിൽസിലുള്ളൊരു ക്ലാരിറ്റി പലപ്പോഴും മിസ്സാവുന്നുണ്ട്. ഇതാണ് മോൾക്ക് ഞാൻ കാണുന്ന ഏക ഒരു പ്രശ്നം. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ സാധകം, പ്രാക്ടീസ്. എല്ലാവർക്കും ശബ്ദം, ഏറ്റവും നല്ല ശബ്ദം കിട്ടണമെന്നില്ല. അത് നമുക്കൊരു അനുഗ്രഹമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. യു ഹാവ് ഗോട്ട് ദാറ്റ് ബ്ലെസ്സിങ്. പക്ഷെ മോൾ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ശബ്ദം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ശബ്ദം കൊണ്ട് എന്താണ് ഉപയോഗം? യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു റെട്രോസ്പെക്ഷൻ വേണം. അപ്പോൾ യൂസ് ദിസ് വോയിസ്. മോൾ ഇത് മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് അതായിരിക്കണം. ഓക്കെ ഓക്കെ. മോള് നന്നായിട്ട് പാടാൻ ഞാൻ പാടിക്കും മോളെ, അത് ഞാൻ പറയാം. ഓക്കെ പാർവണ, നല്ല ട്രൈ ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞു അല്ലേ ഈ പാട്ടിൽ എന്ത് വേണം. അപ്പോൾ പാർവണ ഇസ് വെരി ഇൻ്റലിജൻറ്റ്, തീർച്ചയായിട്ടും മനസ്സിലാവും. കൂടുതൽ ഞാൻ പറയുന്നില്ല. തുടങ്ങിയപ്പോൾ ചില ഫ്രേസസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഫുൾ സോങ് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും ആ പൊട്ടൻഷ്യൽ. കുഴപ്പമില്ല, ഇത് സംഭവിച്ചു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് അതിവിടെ ഫലിപ്പിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ പാട്ട് കേട്ടു, ബിക്കോസ് ബാബുക്കന്ന് പറഞ്ഞാൽ ഈ യമുന കല്യാണി ഒരുപാട് പീപ്പിൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാബുക്കൻ്റെ ഒരു ടേക്ക് ഓഫ് യമുന കല്യാണി വളരെ ഡിഫറെൻ്റ്. ഇപ്പം ഇന്നലെ മയങ്ങുമ്പോൾ അതിലും അല്ലേ, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതള പൂമൊട്ടിൻ മനം പോലെ ഓർക്കാതിരുന്നപ്പോൾ
കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. എന്തോ ഒരു ഫീലല്ലേ ആ കല്യാണിൻ്റെ. അപ്പോൾ ഇതിനേക്കാളും എനിക്കിത് കേട്ടപ്പോൾ ഈ അന്നമാചാര്യന്റെ പാട്ട് കേൾക്കാറുണ്ടോ ക്ലാസിക്കല്? അന്നമാചാര്യ എന്ന ഒരുപാട് കൃതികൾ നമ്മുടെ വെങ്കടേശ്വരനെ കുറിച്ച് ചെയ്ത് ഓൾമോസ്റ്റ് എത്രയോ 23,000 കോമ്പോസിഷൻസോ എന്തോ അവർ ചെയ്തതുണ്ട്. അതിൽ MS അമ്മ പാടി വളരെ പോപ്പുലറായ ഭാവയാമി ഗോപാലബാലം മനസേവിതം തത്പദം ചിന്തയേയം സദാ ഭാവയാമി ഗോപാലബാലം മനസേവിതം തത്പദം ചിന്തയേയം. ഈ പാട്ടൊക്കെ ഒന്ന് നമുക്ക് കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ പാട്ടിനോട് ഒരു രാഗത്തിനോട് സ്നേഹം കാണിച്ച ഈ പാട്ടൊക്കെ നമുക്ക് അങ്ങനെ പുഷ്പം പോലെ പാടാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാർവണക്കുട്ടി, സർ. ഇന്ന് മാർക്ക് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇറ്റ് ഇസ് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. We are giving you a supreme. താങ്ക് യു സർ. അടി ഒരു തളിരിട്ട പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യുവർ അവാർഡ് ഈസ് സുപ്രീം. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. വെൽക്കം ലൈനക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യടാ. ലേന കുഞ്ഞേ, എന്തോ മകളേതാ പാടുന്നേ? അമ്പിളി അമ്മാവ. താമര കുമ്പിളിൽ അതെ, എന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണോ? ഓക്കെ. മോക്ക് ഈ പാട്ട് ഇഷ്ടമാണോ? നല്ല അത് എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. മോക്ക് ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല. അവിടെ അച്ഛൻ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമല്ല. പഴയ പാട്ട് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. അപ്പോ എന്റെ അച്ഛച്ച് വെറുതെ ടിവിയിൽ കാണുമ്പോ അങ്ങനെ ഞാന് കരയും. ഞാൻ പാടുമ്പോ കൊറേ ദിവസമല്ലേ കണ്ടിട്ട് തന്നെ, ഇവിടെ തന്നെയല്ലേ. അപ്പോ പിന്നെ ടിവിയില് കാണുമ്പോ കരഞ്ഞു പോവും. അപ്പോ ഒന്ന് ഹായ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. മക്കളെ, അത് ഞങ്ങളുടെ ഹായ് കണ്ട് പിന്നെയും കരഞ്ഞാലോ? ഇല്ല ഇല്ല ഇല്ല, തിരിച്ച് ഹായ് തരും. തിരിച്ചു അവിടെ നിന്ന് ഹായ് തരും. ഓക്കെ. അപ്പൊ അപ്പൂപ്പ കരയല്ലേ? അപ്പൂപ്പ ഹായ്, കരയല്ലേ കരയല്ലേ. മക്കളെ, സൂപ്പർ പാട്ടാണ് കേട്ടോ. താങ്ക് യു. പിന്നെ ഇത് പാടുന്നത് ആ റിത്തമാറ്റിക് ആയിട്ട് പാടണം, മനസ്സിലായോ? മനസ്സിലായി. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ അങ്ങനെ ആ ഒരു റിത്തമിൽ ഇങ്ങനെ ട്രെയിൻ പോണത് പോലെ പോണം, മനസ്സിലായോ? തുടങ്ങാം. റെഡി? All the best. താങ്ക് യു. All the best. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്,
ലേനക്കുട്ടി എന്തോ നന്നായിരുന്നു മോളെ, താങ്ക് യു സർ. രസമുണ്ടായിരുന്നു മോളെ. ഇത് പാടിയതാരാന്നറിയോ? ആരാ? KPC ആ, സുലോചന. ആഹാ, Correct. ആഹാ. ഇത് എല്ലാം നമ്മളെ- ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മളോടൊപ്പം ഇല്ല. എത്രയോ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ നാടകങ്ങളിലൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു സിംഗർ. മോള് പാടിയത് നന്നായിരുന്നു. ഈ ചില ഭാഗങ്ങളൊക്കെ മോള് ആദ്യം പാടുന്നതല്ല രണ്ടാമത് പാടുന്നു. അതായത് പായസച്ചോറ് തരാമെന്ന് പറഞ്ഞ് പാടിയില്ലേ, അതൊന്ന് 2 പ്രാവശ്യം ഒന്ന് പാടി നോക്കി. താമരക്കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ, താമരക്കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ, പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറ് തരാം, പാവങ്ങളാണേലും അവിടെ പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറ് തരാം, പായസച്ചോറ് വേണ്ട ഞങ്ങള് പാടി ഉറക്കുമല്ലോ. ആഹാ, മോള് പാടുന്നതിനിടെ ഒരു ചെറിയ വിബ്രാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ആ മാഡം പാടിയ അതേ ഒരു സ്റ്റൈലാണ്. പാവങ്ങളാണേലും അവരുടെ ആ ഒരു സ്റ്റൈല് മോള് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്. നന്നായി കേട്ടോ. അതെ. പിന്നെ ഈ കുപ്പിവെള്ള തരുമ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ടോട്ടലി ഇറ്റ് വാസ് കോറിയോഗ്രാഫി എല്ലാം കൂടെ വന്നപ്പോൾ ഒരു സുഖമുണ്ടായിരുന്നു. നല്ല സെലക്ഷൻ. എന്തായാലും അപ്പൂപ്പൻ കരയാതിരിക്കട്ടെ. നന്നായിട്ട് പാടി മോൾ. മക്കളെ ചക്കരെ, എന്തോ എന്ത് രസമായി പാട്ടൊക്കെ കേൾക്കാൻ. Thank you, sir. എന്ത് സുഖമാണ് കേൾക്കാൻ. അത് മോള് പാടിയപ്പം അത് കുറേ കൂടെ സുഖമായി. പല ഏരിയകളും മക്കൾക്ക് വരുന്ന വിധത്തിൽ മക്കൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമായി. വളരെ ബ്രില്യൻ്റ് ആയിട്ട് എഫേർട്ടാണ് അത്. അതിൽ കുഞ്ഞ് വിജയിച്ചിരിക്കുന്നു. ഇത് കണ്ട് അപ്പൂപ്പൻ ചിരിക്കുകയോ കരയോ? ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ട് ചിരിക്കും. ആ, അത് മതി. നമുക്ക് അപ്പൂപ്പൻ്റെ ചിരിയാണ് പ്രധാനം. അപ്പം മക്കളെ കുഞ്ഞെ ചക്കരെ എന്തോ നന്നായിട്ട് പാടി മക്കളെ. താങ്ക് യു സർ. എന്താ അഭിനയം! ഇതിൻ്റെ ഇടയ്ക്ക് ഭീകരമായിട്ടുള്ള അഭിനയങ്ങൾ വാരി അങ്ങ് വിതറി. ആ പേടിച്ചിരിപ്പാണ് ആകെ പ്രശ്നം. പൊന്നെ എന്തോ നന്നായിരുന്നു മക്കളെ, താങ്ക് യു. നന്നായി. മോളെ ചില സ്ഥലങ്ങൾ എക്സാക്ട് എങ്ങനെയാണ് സുലോചനാമ്മ പാടി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ പാടി കേട്ടോ. പക്ഷേ ചില സ്ഥലത്ത് മോളുടേതായ ഇഷ്ടത്തിന് രസമാണ്. പക്ഷെ കേൾക്കാൻ നല്ല ക്യൂട്ടായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. വേറെ ഒന്നും ആക്ച്വലി എഴുതിയിട്ടില്ല. കാരണം അത് മൊത്തത്തിൽ ആ ഒരു ഡാൻസും ആ പാട്ടും ഒരു പഴയ സിനിമ അതും മൊത്തത്തിൽ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി കാണാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി രസം ഉണ്ടായെന്ന് തോന്നി. എന്തായാലും രസമുണ്ട് മോളെ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല മോളെ. ഏതോ ഒരു സ്ഥലത്തൊരു കുറച്ചൊരു ടെമ്പോ ഒന്ന് ലൂസായ പോലെ തോന്നി. അത് മാനത്തെ മാളികയിൽ ഇരിക്കുന്ന നാണം കുടുങ്ങിയില്ല അവിടെ. മാനത്തെ മാളികയിൽ ഇരിക്കുന്ന അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടെമ്പോ ഒരു ലൂസായ പോലെ തോന്നി. ബാക്കിയെല്ലാം മോള് കിടുക്കാച്ചായിരുന്നു. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ലൈനക്കുട്ടി. എനിക്ക് ഈ വേഷമം പിന്നെ ആറ്റിറ്റ്യൂഡല്ലേ പാട്ട്. ഈ പാട്ടിന് വേണ്ട ഒരു ശൈലിയും അത് വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പാൽ ചോറ് തന്നതുപോലെ എനിക്ക് പായസച്ചോറ് കിട്ടിയത് പോലെ തോന്നി. അത്രയ്ക്കും ക്യൂട്ടായിരുന്നു. സ്വീറ്റ് ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ലേനക്കുട്ടി, വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു സർ. എന്തോ എന്തോ We are giving you a supreme. താങ്ക് യു സർ. ആടി ഒരു അപ്പൂപ്പൻ താടി പൂക്കുട്ടി. താങ്ക് യു സർ. Congratulations, you are awarded a supreme. താങ്ക് യു സർ. താമരക്കുമ്പിളിൽ എന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്? കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്? അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട്? അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട്? ടോപ്പ് സിംഗറിലെ മണിമുത്ത് നമ്മുടെ കണ്ണൂരിന്റെ സ്വന്തം സാഗരിക കുട്ടിയാണ്. സാഗരിക കുട്ടി ഇന്ന് ഇവിടെ വരുന്നത് ഒരു പിടി സർപ്രൈസുകളുമായിട്ടാണ്. കാണാം. എന്തൊരു ഡിസൈനർ മോളെ ഇത് കിട്ടല്ലേ. എവിടുന്നാണ് ഈ ഡ്രസ്സ്? കടയിൽ നിന്ന് മേടിച്ചാണോ അതോ ഏതെങ്കിലും ആന്റി തയ്ച്ചു തന്നു? അടിച്ചതാ. അടിച്ചു മാറ്റിയത്. അടിച്ചു മാറ്റിയത്. അല്ല അടിച്ചു മാറ്റിയതല്ല. പിന്നെ? ഇത് തയ്ച്ചതാ. തയ്പ്പിച്ചത് നല്ല ഡിസൈൻ മോളെ. സൂപ്പർ സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ. ക്രിസ്മസ് ട്രീനെ പോലെ അത് സത്യത്തിൽ. പക്ഷെ ഞാനിപ്പോ എത്ര രൂപ കൊടുത്തെന്ന് അറിയോ ഇതിന്? ഞാൻ തയ്ക്കാൻ എത്ര രൂപ കൊടുത്തേ? MG അങ്കിൾ വാങ്ങിച്ചു കൊടുത്തു. അല്ല, മോൾ അറിഞ്ഞില്ല. മോളറിഞ്ഞില്ല. തയ്ച്ച കടയിൽ ഞാൻ പൈസ കൊടുത്തു. 10,000 രൂപ കൊടുത്തേ. പിന്നെ 10,000 കൊടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൽ കുറയത്തില്ല കൂടത്തുമില്ല. ഓ, അപ്പൊ MG അങ്കിൾ വാങ്ങി തന്നല്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ വാങ്ങിച്ചു തന്നറിയില്ല. അഞ്ചങ്ങളല്ല വാങ്ങി തന്നത്. വാങ്ങിച്ചു തന്ന ഞാനല്ല. ആര് വാങ്ങി തന്നത്? പൈസ കൊടുത്ത MG അങ്കിളാ മക്കളെ. ഇല്ല. ഇതാരാ അല്ല, വാങ്ങിച്ച? എന്റെ അച്ഛനെ കൊടുത്ത പൈസ. അച്ഛന്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിക്കും.
ഈ കടയിൽ ആരാ പൈസ കൊടുത്തു? ഞാൻ ചോദിച്ചിട്ട് എംജി ഞങ്ങൾ എല്ലാന്ന് പറഞ്ഞു. അല്ല മക്കളെ, അല്ലാന്ന് പറഞ്ഞ ഞാൻ കാണിച്ചു തരും. അയ്യോ മക്കളെ ചക്കരെ ആ. കഷ്ടപ്പെട്ട് ഇപ്പൊ രാത്രി 2 മണിക്ക് അങ്ങാണ്ട് ദുബായി പോവുക. ഇങ്ങനൊക്കെ പോയി ഉണ്ടായിക്കൊണ്ട് വരുന്ന കാശൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണ്. അത്ര വലിയൊരു ചിലര് മനസ്സിൽ ചേർത്തലേ പോയിരുന്ന കച്ചേരി പാടും 3 മണിക്കൂർ. എന്നിട്ട് എന്തെല്ലാം സമ്മാനങ്ങളാ. നോട്ടുമാല. മക്കളെ ഏതാ പാട്ട്? മക്കളെ എനിക്കൊരു ടെലിപ്പതി വരുന്നു ഇങ്ങനെ, അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു ടെലിപ്പതി. എലിപ്പനിയോ? ആ ടെലിപ്പതി. അത് എനിക്ക് മോള് ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? പള്ളിയരമന വെള്ളിയരമനയിൽ. പള്ളിയരമന വെള്ളിയരമന അതല്ലേ? അതിന്റെ അനുബലം ഏതാ? ഞാനതിന്റെ നീലക്കണ്ണുകളിൽ. കറക്റ്റ്. അതാ അനുബലം ഏതാ? ഞാനതിന്റെ നീലക്കണ്ണുകളിൽ. അനുപല്ലവി. ഞാനതിന്റെ നീലക്കണ്ണുകളിൽ. അനുപല്ലവി ആരാ? എന്തായി? അനു ഞാനോ? ആ അനുപല്ലവിയില്ലേ, എന്റെ അവളുടെ പേരാ. നല്ല പേരാണ്. ആ പേരിട്ട് ആരാന്നറിയോ? അറിയാം. ആരാ? അച്ഛൻ. അല്ല, അണ്ണൻ, എംജി അണ്ണൻ. പിന്നെ ആണ് മക്കളെ. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ആ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു, അനിയത്തിക്ക് പേരിട്ടു, ഉടുപ്പിന് പൈസ കൊടുത്തു, അനിയത്തിയുടെ പേര് നിർദ്ദേശിച്ചു. ഇതെല്ലാം എന്റെ ഒരു മിടുക്ക്. ഞാൻ വിശ്വസിച്ചു. വേണേ ദീദിയോടും കൂടെ ചോദിക്ക്. ദീദി നാളെയോ ഇന്നോ പോവാ. ദുബായിലാണോ പോണേ? അതെ. നമ്മളെ ഇനിയെങ്കിലും വിശ്വസിക്ക്. കാരണം വേറൊന്നുമല്ല, ഞാൻ പോണ ഫ്ലൈറ്റിൽ എന്റെ സീറ്റിന് അപ്പുറത്താ ദീദി ഇരിക്കാൻ പോണേ. അതിന് എംജങ്ങൾ ഇപ്പൊ ദുബായി പോന്നേ? നാളെ. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. എന്താണ്? എന്താ പറയും? എംജങ്ങൾ എന്തിനാ ദുബായി പോന്നേ? പാട്ട് പാടാൻ പോണു. ആരാ വിളിച്ചേ? എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹരികുമാർ, അവരുടെ എലയോ? എലയല്ല, വാഴയില. എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതിന്റെ ഹരികുമാർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓണറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമാണ് ഞാൻ പാടാൻ പോണത്. ദീദി വരുന്നുണ്ട്, എന്റെ സൈഡിലിരിപ്പുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ദീദിയോട് ചോദിച്ചോക്കട്ടെ? ചോദിച്ചോ. ഏതായാലും കഷ്ടപ്പെട്ട് അനുവല്യ എന്നുള്ള പേര് വിട്ടു, ഒരു ഉടുപ്പിന് കാശും കൊടുത്തു. പോട്ടെ. എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല. യാതൊരു സ്നേഹമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന നേരത്ത് ഞാൻ എംജങ്ങൾ ചോദിച്ചു എന്താ വാക്ക് പേരുന്നേന്ന്. ഞാൻ പറഞ്ഞ അറിയില്ല, അച്ഛനാണ് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അന്നേരം എംജങ്ങൾ ആ പേര് പറഞ്ഞു തരണ്ടല്ലേ? അച്ഛൻ വേറെ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സർപ്രൈസ് അങ്ങ് പോകത്തില്ലേ? അപ്പൊ അച്ഛൻ എന്നെ തറയിലിരുത്തിയിട്ടില്ല. വിളിയോടെ വിളി. പിന്നെ അവസാനം ഞാൻ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ കമ്പോസ് ചെയ്തോണ്ടിരുന്ന അനുവല്, ശരി അനുവല് എന്നിട്ടുള്ള പറഞ്ഞു. ഓ താങ്ക് യു സാറേ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ പാടിയാലോ പള്ളിയരമന. All the best. താങ്ക് യു. പള്ളിയരമന വെള്ളിയരമനയിൽ
സാഗരിക നല്ല രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല വോയിസ് ആണ്. നല്ല എന്ത് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഒരു ഉരുക്ക് സ്റ്റീല് നിൽക്കുന്ന പോലെ അങ്ങ് നിൽക്കുകയാണ്. നന്നായിരുന്നു മോളെ. താങ്ക് യു. മോളെ എനിക്ക് 1-2 സ്ഥലം തോന്നി. അതില് ആ നോട്ടം അവിടെ ആ പോയിന്റ് ഒന്ന് പഠിക്കുന്നു. ആ നോട്ടം ആവാദച്ചൂടം ചാർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഹമ്മിങ് പാടിക്കേ. ഇപ്പൊ കറക്റ്റ് പാടിയല്ലോ. നൈസ്. കൊണ്ടെത്തിച്ചു. ഈ 2 സ്ഥലമാണ് എനിക്കൊരു സംശയം തോന്നി. പക്ഷെ മോളിപ്പോൾ പാടിയപ്പം ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഇതൊരു വലിയ ബ്യൂട്ടിഫുൾ കമ്പോസിഷനാണ്. ഇതൊക്കെ ഒരു കൊച്ചു കുട്ടി എടുത്ത് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ. എൻ്റെ അന്വേഷണം പറഞ്ഞുതരാം കേട്ടോ. അച്ഛൻ്റെ അടുത്തും അനുവല്യയുടെ അടുത്തും ദീദിയുടെ അടുത്തൊക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്റെ കുഞ്ഞെ, മക്കൾ എപ്പം പാടുമ്പോഴും നല്ല പവറാടാ. ഞാനത് അണ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏത് പാട്ടാണെങ്കിലും അവള് വെച്ച് അങ്ങ് കീറുവന്നു. ഉരുക്ക് മുഷ്ടി പോലാ പാടുന്നത്. ഇത് മുഷ്ടി ഉരുക്ക് മുഷ്ടി ഇഷ്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്റെ കൈ പോലെ ഇരുമ്പിയാണ്. ഇരുമ്പി കൈ പോലെ മുറുക്കോന്ന്. എന്തോ കൊച്ചേ. മക്കൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. മോള് നന്നായിട്ട് പാടി. എനിക്ക് ശരത്തങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇപ്പൊ പാടിച്ചില്ലേ MG അങ്കിൾ പാടിച്ച അതിൽ 2 മധ്യമം ഉണ്ടെന്നൊന്നും കുഞ്ഞിന് അറിഞ്ഞൂടാ. പക്ഷെ അവളങ്ങ് പാടി. അതെനിക്ക് അങ്ങ് ഇഷ്ടമായി. എനിക്ക് ബോധിച്ചു. കുഞ്ഞിനെ കാണാനും കുഞ്ഞിന്റെ പാട്ട് കേൾക്കാനും നല്ല സുഖമായിരുന്നു. ലവ് യു. മോളെ ആദ്യമായിട്ട് അനുപല്ലവിക്ക് ഒരു അന്വേഷണം കേട്ടോ. ആൻഡ് കൺഗ്രാറ്റ്സ് മോൾക്ക്. നല്ലൊരു അനിയത്തിക്കുട്ടി ഭൂമിയിലെത്തിയല്ലോ മോൾക്ക് വേണ്ടി. ഓക്കെ മോളെ, ഈ പാട്ട് സൂപ്പർ പാട്ട്. മോള് സൂപ്പറായിട്ട് തന്നെ പാടി. മോളെ എപ്പോൾ പാടിയാലും ഫുൾ ത്രോയിലാണ് പാടുന്നത്. ഫുൾ എനർജി. പാടുന്ന സാധനത്തിന് അത്ര കോൺഫിഡൻസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ചിലപ്പോൾ അത്ര ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഒതുക്കി പാടും. കേൾക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ, ഇതൊന്നും മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഈ ഫേസും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പാടും. മോക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സംശയമേ ഇല്ല. ഇപ്പം ഈ പറഞ്ഞ 2 മദ്യമം ഉണ്ടെന്ന് മോക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മോളത് കൃത്യമായി തന്നെ പാടിയിട്ടുണ്ട്. ഇപ്പം ഈ ദേവരാജൻ മാഷിൻ്റെ ചില പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അനുപല്ലവിയുടെ അവസാനവും ചരണത്തിൻ്റെ അവസാനവും ഒരു ഹമ്മിങ് ഉണ്ടാവും. ഈ ഹമ്മിങ് ആണ് ഒരു ആ ഫ്രേസ്, ഹമ്മിങ്ങിൻ്റെ ഫ്രേസ് സംസ് അപ്പ് ദ ഹോൾ സോങ്. ആ പാട്ടിൻ്റെ എൻറ്റയർ ഫീല് ആ പാട്ടിൽ വെച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ നോട്ട് ഈ 2 ഹമ്മിങ്ങിലുണ്ടാവും. ഏത് പാട്ടെടുത്താലും അങ്ങനത്തെ അതൊരു ശൈലിയാണ്. ഓരോ കമ്പോസേഴ്സിന് ഓരോ ശൈലി ഉണ്ടല്ലോ. ഒരു സിഗ്നേച്ചർ ഓരോ കമ്പോസേഴ്സിനുണ്ട്. അത് മോളിപ്പോൾ മനസ്സിലാക്കാനുള്ള പ്രായമായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്നതിന് പോലും മോള് ഇൻഫർമേഷൻ പിക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. ഇപ്പം നമ്മൾ ഈ ഹമ്മിങ്ങിനെ പറ്റി ഇവിടെ സംസാരിച്ചപ്പോൾ മോള് ശ്രദ്ധിച്ച് നോക്കി. അണ്ണാജി പാടിച്ചപ്പോൾ മോള് കൃത്യമായിട്ട് പാടി. ഇപ്പൊ തന്നെ നോക്കണോക്കെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി. എക്സാക്ട്ലി. വെരി ഷ്രൂഡ്. ഭയങ്കര അലേർട്ടാണ്. പോസിറ്റീവ്ലി ഷ്രൂഡാണ് മോളെ. വെരി ഗുഡ് കേട്ടോ. അപ്പൊ എന്താണേലും മോളെ എപ്പോൾ പാടിയാലും ആ കോൺഫിഡൻസ് കീപ്പപ്പ് ചെയ്യുക കേട്ടോ. സംശയമുള്ള കാര്യമാണെങ്കിൽ നമ്മളത് ഉറപ്പിച്ച് ആധികാരികമായിട്ട് പറഞ്ഞാൽ അത് ഫൈനാണ് എന്ന് പറഞ്ഞാലും മോള് പാട്ടും അങ്ങനെയാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എന്തൊരു പാട്ടായിരുന്നു ഇത്. ക്യൂട്ടിപ്പായി പാട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ അലേർട്ട്നെസ് അല്ലേ, എന്താണ് അവർ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ക്ഷണം തന്നെ അത് പിടിച്ച് അങ്ങനെ പെട്ടെന്ന് പാടിയല്ലേ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇത് അടിപൊളി ഒരു കഴിവാണ്. ഓക്കെ, അത്ര ഇപ്പോഴും അവള് കണ്ണിങ്ങനെ വെച്ച് ഫോക്കസ്. അപ്പൊ ഈ ഫോക്കസ് തന്നെ മോളിനെ എവിടെയോ വേറെ ലെവലിൽ എത്തിക്കാൻ പോകുന്നു കേട്ടോ. God bless you. And all my blessings to Anupallavi. നിങ്ങൾ ഒരു നല്ല ഒരു കീർത്തനെ പോലെ വീട്ടില് പല്ലവിയും അനുപല്ലവിയും എല്ലാരും ചരണങ്ങളായിട്ട് പിന്നെ ഒരു നല്ല പാട്ടായി വീട്ടിൽ ഇരിക്കട്ടെ. എന്തായാലും മോള് നന്നായിട്ട് പാടി. മോള് പാടിയത് വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 98 ആണ്. പക്ഷെ മോളുടെ ഈ ത്രോയും ഈ കോൺഫിഡൻസും ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞില്ലേ, കാരണം വളരെ കീനായിട്ടുള്ള ഒബ്സർവേഷനും ഇതിനൊക്കെ കൂടെ ഒരു മാർക്ക് കൂടെ തരികയാണ്. സോ വി ആർ ഗിവിംഗ് യു 99 out of 100. സാഗരിക, we are giving you a super supreme. ആദ്യ ഒരു അനുപല്ലവി പൂക്കുറ്റി. Congratulations, you are awarded a super supreme. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഇളനീർ
ഇളനീരില്ലേ? എന്താ ഇളനീരില്ലേ? ആ ഇളനീര്. ഇളനീ. അതിലെങ്ങനെ വെള്ളം വരുന്നേ? ആരെങ്കിലും ഒഴിച്ചു വെക്കുന്നതായിരിക്കും രാത്രി കയറിയിട്ട്. അതല്ല, അതിലെങ്ങനെ മധുരിക്കുന്നത്? കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കാണും. തെങ്ങിന് ഷുഗർ ഉണ്ടാവും. എന്തൊരു ബുദ്ധിയാണ്, വെളിയിൽ കാണിക്കരുത്. തോണ്ടി എടുത്തോണ്ട് പോകും. ആ എങ്കിൽ പറ, മോള് തന്നെ പറ. എനിക്കും അറിയില്ല. മക്കളെ ഇതാണ് വഴി കേട്ടോ. അതിന് പറ്റോ? ഇവിടെ ചവിട്ടരുത്, അവിടെ ഇതാണ് വഴി. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഇത് 95 ആക്കും. വേഗം വിട്ടോ. പെട്ടെന്ന് മനസ്സ് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പോക്കോ. ബൈ. പോയി പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം, ചിത്രമണിയറ മുത്തുമണിയറയിൽ. നമ്മളിപ്പോ പുതിയ ഘട്ടത്തിലേക്ക് കടന്നെങ്കിലും ഇവിടുത്തെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ അമ്മ റൗണ്ട് ഇവിടെ ബാക്കി നിൽക്കാണ്. അപ്പൊ ഇന്ന് ആരാണ് അമ്മ റൗണ്ടിൽ പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. പാട്ടിന്റെ കൂട്ടിലെ കുസൃതി കൊടുക്ക കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ഗായിക മേധക കുട്ടി. വെൽക്കം വാക്കുട്ടി ഓൺ സ്റ്റേജ്. വാക്കുട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു കാന്താരിയാന്ന്. നമ്മള് രണ്ടുപേരും കൂടെ പിണങ്ങിയാല് വാക്കുട്ടി മേശേന്റെ അടി പോയിട്ട് ഒളിക്കും. അപ്പൊ എന്നിട്ട് ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് അതില് ഒരു ലവ് ചിഹ്നം വരച്ചിട്ട് എന്റെ പേരും പിന്നെ മോളെ മേധിക എന്നുള്ള പേര് എഴുതിട്ട് എനിക്ക് കൊണ്ടുതരിക. അപ്പൊ എന്റെ ദേഷ്യം പോകും. ഡാൻസ് കളിക്കണം. ഡാൻസ് വേണം വേണം. നമുക്ക് രണ്ടാം മോള് കൂടാ അമ്മേന്റെ കൂടെ കളിക്കാട്ടാ. ആരാ ഈ സുന്ദരി? കേട്ടോ ഇതെന്താ ഫാഷൻ പരേഡ് നടക്കുന്നു? ഇളങ്ങുന്നു അങ്ങോട്ട്. എന്തുവാ മക്കളെ ഇത്? എനിക്കിപ്പോ എന്താ തോന്നുന്ന അറിയാം മീനുട്ടി, ഒരു ബാഗിനകത്തിട്ട് ഇനി കൊണ്ടുപോയത്. വരുന്നോ? ശരത്തും കൊണ്ട് കൂടെ വരുന്നു ചെന്നൈക്ക്? ഇല്ല, അനക്കെന്റെ അമ്മേന്റെ അടുത്തെക്കണം. അല്ല അമ്മ ഒരു ചേഞ്ച് ആരാ ഒരു ആഗ്രഹിക്കാത്തത്? മിനിറ്റ്, ഞാൻ എംജങ്ങളോട് ഒന്ന് പറയട്ടെ. ആരോ ഇവിടെ വന്നിട്ടുണ്ട്. ആരോ ഇവിടെ എന്റെ ഈ സൈഡിൽ ആരോ വന്നിട്ടുണ്ട്. കണ്ടുപിടിച്ചേ. അമ്മ അല്ലേ? എന്റെ അമ്മയല്ലേ? ആ. ഡാൻസും കളിക്കും, പാട്ടും പാടും, അഭിനയിക്കും ചെയ്യും. അമ്മ തീർന്നു നോക്ക്. ഛെ, ഓഹോ, അവിടുന്ന് ഇങ്ങനെ ഒരു പുക പോയി ഞെട്ടിയിരിക്കുക. ആ കുട്ടി പണി കൊടുക്കാൻ വന്നതല്ലേ? എന്താ പേര്? അമ്മ തൊഴുന്നു. ജിഷ. അപ്പൊ നമുക്ക് പാട്ടൊന്ന് കേട്ടാലോ അമ്മയുടെ? വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്തേ പോരാത്തോ വാവേ വാവാച്ചേ. പുന്നിക്കോരു കുത്തി നുള്ളിപ്പറിച്ചിട്ട് തിന്നിക്കോരുത്തൊരു മാല തീർക്കാം. തങ്കക്കിടാവിനെ തോളത്തെടുക്കുന്ന തിങ്കൾ കലമാനെ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ. കിളിമരത്തണലോരം കളിയാടാമീ, കിളിമരത്തണലോരം. നൈസ്, വെരി നൈസ്. മാക്കുട്ടി, സബാഷ്. ഇത് ആർക്ക് വേണ്ടി അമ്മ പാടിയത്? എനക്ക് വേണ്ടി. എനക്ക് വേണ്ടി. ഏയ്. അമ്മ വാക്കുട്ടിക്ക് വേണ്ടി പാടി, ഇനി വാക്കുട്ടി അമ്മയ്ക്ക് വേണ്ടി പാടണം. അത്രേ ഉള്ളൂ. ഏത് പാട്ടാ മോള് പാടുന്നേ? ഐ ലവ് യു മമ്മി. അയ്യോ, I അയ്യോടാ. love you, I love you, I love you. ഐ ലവ് യു മമ്മി. I love you. മമ്മി. തുടങ്ങാം. ശരി. ഐ ലവ് യു ശരി. മമ്മി. ലവ് യു ടു. All the best, വാക്കുട്ടാ. All the best. താങ്ക് യു.
ഈ നാട്ടുമാവിൻ മേലെ പാൽക്കതികളാടും നാളെ ഈ രാപ്പിനാവിൻ കൂട്ടുചാരം പോന്നില്ലാവല്ലേ പൂങ്കാറ്റ് വന്നേ പൂകൾ കേട്ട് നെഞ്ചിൽ ചാരി ഈ പാതിരാത്താഴം നോക്കി നിന്നു ദൂരെ ഈ മോഹവാണി കോണിൽ സ്നേഹദീപം പോലെ നീ കനവിലും നിലവിൽ പതിരുളിയായി I love you, I love you, I love you, mommy. I love you, I love you, I love you, mommy. അന്നാട്ടുകട്ടിൽ പോലെ മടിമേലുറക്കി എന്നെ ഈ കാതിൽ തോരാതേറെ താരാട്ടുകൾ പാടി ആഹാ ഈ രാവുറങ്ങിടാതെ പകരം മുഴുക്കും പാട്ടിൽ ആ പോയ കാരം കോയി നിറച്ചൊരു കാട്ടുതേനില്ലേ മൺവീണയായി ഞാൻ നിന്നും മൗനകാരം പോലെ ഇന്നോ ഒതുങ്ങി പിന്നെ നിൻ ചിരിക്കായി പൊന്നെ ഈ മൂകമാണിൻ കോണിൽ സ്നേഹദീപം പോലെ നീ കനവിലും നിലവിൽ പതിരുളിയായി I love you, I love you, I love you, mommy. I love you, I love you, I love you, mommy. ആഹാഹാ, ആഹാഹാ, ആഹാഹാ. ആഹാഹാ, ആഹാഹാ, ആഹാഹാ. പനിനീർക്കുടങ്ങൾ ചായും ഒരു പൂരം പോയെന്നും ഈ ഉള്ളിലുള്ളിൽ വാഴും എന്നമ്മ നിലാവേ ഈ കൈ കുടങ്ങി തുള്ളി നീ തഴുകിയോർത്തൻ ചൂടിൽ ഈ കോടമഞ്ഞിൻ മൂടിയിറങ്ങാൻ ചേരയായം കൂടി ചെന്താമരപ്പൂ പോലെ ആടി നിൽക്കാതീവാ ഈ മാറിലാലോലം ചായുറങ്ങാൻ വായോ ഈ മൂകവാണിൻ കോണിൽ താരജാലം പോലെ നീ കനവിലും നിലവിൽ പതിരുളിയായി I love you, I love you, I love you, mommy. I love you, I love you, I love you, mommy. ആഹാഹാ, 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 ആഹാഹാ. ആഹാഹാ, 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 mommy. I love you, I love you, I love you, mommy. ആഹാ വാക്കുട്ടി അസലായിട്ട് പാടിയേട്ടാ. എന്താ ചന്തം. വാക്കുട്ടിയെ കണ്ടോണ്ടിരിക്കല്ലോ, വാക്കുട്ടി പാടണ്ട. വാക്കുട്ടി വെറുതെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു മമ്മി എന്ന് മാത്രം മതി, ബാക്കിയൊന്നും വേണ്ട. പക്ഷെ ബാക്കിയും കൂടെ വന്നപ്പോ എന്താ രസം. എങ്ങനെ പാടി ചോദിച്ചേ അമ്മയുടെ അടുത്ത്, എങ്ങനെ പാടി എങ്ങനെ പാടി? അടിപൊളിയായിട്ട് പാടി. ആ ഒരു കമന്റും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. അസലായിട്ട് പാടി. ഇനി ഇവിടെ 4 പേരും അത് പറയും. മക്കളെ അസലായിട്ട് പാടി, വേറൊന്നും പറയാനില്ല. മോളെ അസലായിട്ട് പാടി. വേറെ 2 കാര്യങ്ങൾ പറയാറുണ്ട്. 1-2 സ്ഥലം ഭയങ്കര ക്യൂട്ടായിരുന്നു. തേനുമ്മ തരാം ഞാൻ. അവിടുന്ന് 2 ഉമ്മ, മൈക്കിലൂടെ ഒരു ഉമ്മ, അതുകൊണ്ട് താരാട്ടുകൾ പാടി. എന്ത് രസമാണ്, ക്യൂട്ട്. 1 more എന്നമ്മ നിലാവേ. ഇതെല്ലാം ഉണ്ടല്ലോ. മോള് എങ്ങനെയാണ് ആ പാട്ടിലുള്ളത് അങ്ങനെ തന്നെ പാടി. അന്നാട്ടുകട്ടിൽ പോലെ മടിമേലുറക്കി എന്നെ ഈ കാതിൽ തോരാതേറെ താരാട്ടുകൾ പാടി ആഹാ ഈ രാവുറങ്ങിടാതെ പകരം മുഴുക്കും പാട്ടിൽ ആ പോയ കാരം കോയി നിറച്ചൊരു കാട്ടുതേനില്ലേ. കുറേ ലിറിക്സ് ഉണ്ട്. അത് ഒരു സമുദ്രം പോലെ കിടക്കണം. അത്ര മോള് ഈസി ആയിട്ടങ്ങ് പാടി പഠിച്ചിരിക്കും. അതെങ്ങനെ പഠിച്ചു? അമ്മ പറഞ്ഞേ മോൾ എങ്ങനെ ലിറിക്സ് പഠിച്ചത്? അവളെ കൊറേ കേൾപ്പിക്കും, കേട്ട് പഠിക്കും.
പിന്നെ അച്ഛൻ പഠിപ്പിക്കും. പറഞ്ഞു കൊടുക്കുവോ? ആ അച്ഛൻ ഒരു ദിവസം ഇരുന്നാ പഠിച്ചോളും. എൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കൂല, ഞാൻ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. പിന്നെ ഈ പാട്ട് ആദ്യമേ അറിയുന്നതാ. അറിയാം, അതുകൊണ്ട് അറിയാം അല്ലേ? പക്ഷെ എന്നാലും വാക്ക് ഓർത്തിങ്ങനെ അല്ലേ? ഇപ്പൊ നമുക്കിപ്പോ ഓക്കെ മോളെ രണ്ടാമത്തെ ചരണം പാടി എന്ന് പറഞ്ഞാൽ മോള് കറക്റ്റ് ലാൻഡ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് ഇത് കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രിക്ക് എന്താണ് കുട്ടികളെ? അതിശയം സീരിയസ്ലി. വാക്കുട്ടി കുഞ്ഞേ ഇങ്ങോട്ട് നോക്കൂ മക്കളെ. അസലായിട്ട് പാടി കേട്ടോ. ചക്കരക്കുട്ടി എനിക്ക് ഒന്നും ഒരു രക്ഷയില്ല, അത്ര ഒരു ക്യൂട്ട്നെസിന്റെ ഓവർലോഡാണിത്. അസലായിട്ട് പാടി. അടുത്ത ഘട്ടം പൊക്കട്ടെ. റെഡി? രംഗപൂജ. Oh, beautiful. ആഹാ ആഹാ ആഹാ. രണ്ടുപേരും കലക്കി മക്കളെ. എന്ത് ഡാൻസ്. അപ്പൊ വാക്കുട്ടി മാർക്ക് വേണോ പോക്കറ്റ് വേണോ? ഗോൾഡൻ സ്റ്റാർ മതി. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. താങ്ക് യു. വെൽക്കം അതിഥി കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് മക്കളെ. ഹായ്. സുഖമാണോ കുഞ്ഞിന്? സുഖമാണ്. നല്ല വേഷം മക്കളെ. താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരുപാട് സ്വപ്നം കാണുന്നുണ്ടല്ലേ? നല്ലോണം കൊറേ. ഇന്നലെയും കൂടെ ഞാൻ സ്വപ്നം കണ്ടത്. സുന്ദര സ്വപ്നം. എന്തായിരുന്നത്? ഞാൻ ദുബായ് പോണ സ്വപ്ന കണ്ടേ. എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല. പാസ്പോർട്ട് വേണ്ടടാ, ഒരു മറ്റേ ഉരുവിനകത്ത് കയറിയാ പോവാം കള്ളാവായിട്ട്. മക്കൾക്ക് ദുബായ് ഇഷ്ടമാണോ? ആ നല്ലോണം ഇഷ്ടം. എനിക്ക് പോണെന്ന് ഭയങ്കര ഞാൻ നാളെ ആഗ്രഹം. പോകുന്നുണ്ട് മോളെ. ഞാൻ നാളെ പോകുന്നുണ്ട്. നാളെ രാവിലെ കൊച്ചെളുപ്പം കാലത്ത് 2 മണിക്കുള്ള ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്. പെട്ടിയിലാക്കിയാ മതി. ഞാൻ അവിടെ ഇരുന്നോളാം. അല്ല, മോക്ക് തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ ഉണ്ട്. അങ്ങനെ മോള് പാടാൻ വേണ്ടി തന്നെ ദുബായ് പോകും. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ആവട്ടെ. ഉറപ്പായിട്ടും 100%. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ സ്വപ്നവും ഇപ്പൊ പാടാൻ പോണ സ്വപ്നവും കൂടെ ആകുമ്പോ എന്താവും? സുന്ദര സ്വപ്നമാവും. ബ്യൂട്ടിഫുൾ സോങ് ആണ്. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. ആഹാ, അത് പാടുമ്പോ തന്നെ മോക്കൊരു സുഖം കിട്ടത്തില്ലേ? നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ, അതിന്റെ മ്യൂസിക്, ദ ഫീൽ, അതിന്റെ വരികളുടെ അർത്ഥം ഇതെല്ലാം മനസ്സിലാക്കി പാടും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. All the best. താങ്ക് യു ചേച്ചി. 1 2 3 1 2 3 4. സുന്ദര സ്വപ്നമേ സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. രാഗസ
വഴി തേടി എന്നെ മറന്നു ഞാൻ എല്ലാം മറന്നു ഞാൻ എന്തിനു ചുറ്റിപ്പറന്നു സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി താരുണ്യ സങ്കൽപ്പരാസ വൃന്ദാവന താരാപഥങ്ങളിലൂടെ ആ ആ താരുണ്യ സങ്കൽപ്പരാസ വൃന്ദാവന താരാപഥങ്ങളിലൂടെ പൗർണമി തിങ്കൾ തിടമ്പെഴും നള്ളിച്ച പൊന്നമ്പലങ്ങളിൽ കൂടെ പൂത്താലമേന്തിയ താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങളിലൂടെ പൂത്താലമേന്തിയ താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങളിലൂടെ എന്നെ മറന്നു ഞാൻ എല്ലാം മറന്നു ഞാൻ എന്തിനു ചുറ്റിപ്പറന്നു സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി. അതിഥി കുട്ടി, എന്തോ ഐ ലവ് യു. താങ്ക് യു സർ. വേറൊന്നുമല്ല, ഈ 10-11 വയസ്സായിട്ടുള്ളൊരു കുട്ടി ഇത്രയും രാഗങ്ങൾ പഠിക്കാതെ തന്നെ ഇത്ര മനോഹരമായിട്ട് പാടുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞൊരു വലിയ കൈഡി. ആ ശ്രമം, കാരണം അതിനു വേണ്ടി എടുത്തിരിക്കുന്ന എഫർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് സാധാരണ പാടുന്ന ഒരു പാട്ടുകാരി കുട്ടി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാതെ ഇതിൻ്റെ ഓരോ ഭാവങ്ങളും കേട്ട് പഠിച്ച് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽറ്റി, അതിൽ മോൾ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. അസാധ്യമായിട്ട് പാടി. പിന്നെ ഈ പൂത്താലമേന്തിയ ആ സ്റ്റാൻസ് ഉണ്ടല്ലോ, അവിടെ മാത്രമേ ഒരു ചെറിയൊരു എന്താണ് പിന്നെ ആ രാഗത്തിലോട്ട് വീണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പാടാവോ? അത് മാത്രം ചെറിയ ചെറിയ പോർഷൻസ്. പൂത്താലമേന്തിയ താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങളിൽ ക്ഷേത്രാങ്കണങ്ങളിൽ ക്ഷേത്രാങ്കണങ്ങളിലൂടെ എന്നെ മറന്നു ഞാൻ എല്ലാം മറന്നു ഞാൻ എന്തിനു ചുറ്റിപ്പറന്നു. ആ സമയത്ത് പാടിയപ്പം നോക്കി ഈ ഒരു ഗൗരവം അതിനകത്ത് കൊടുക്കാൻ അങ്ങോട്ട് കയറിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് ഞാൻ ഒട്ടും കുറ്റം പറയത്തില്ല. ഈ പല്ലവിയിലൊക്കെ കൊടുത്തിരിക്കുന്ന ഈ എക്സ്പ്രഷൻസ്, അതായത് നിദ്രയിൽ എസ്പെഷ്യലി ആ വാക്കിന് കൊടുത്തിരിക്കുന്ന വിവിധ തരം എക്സ്പ്രഷൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ബാക്കി എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. കാരണം മോടെ കഴിവിൻ്റെ പരമാവധിയാണ് പാടിയിരിക്കുന്നത്. ഈ ടോപ്പ് സിംഗറിലല്ല വേറെ ഒരു റിയാലിറ്റി ഷോയിലും കാണാൻ പറ്റില്ല, കേൾക്കാനും പറ്റില്ല. ഐ എം ഷുവർ. ഐ ലവ് യു അഗെയിൻ. താങ്ക് യു സർ.
മക്കളെ എന്തോ അതിഥി ചക്കരെ എന്തോ കലക്കിടാ താങ്ക് യു സൂപ്പർ. സർ. കാര്യം കുറേ സന്തോഷം ഇങ്ങനെയുള്ള ഒരു പാട്ട്. ഈ പാട്ട് മോൾ എടുത്തുകൊണ്ട് വന്നപ്പോഴേ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഒരു പേടിയുണ്ടാവും മക്കൾ. നിങ്ങളത് നന്നായിട്ട് പാടുമോ? മോൾ ഉഗ്രമായിട്ട് പാടും. കുറേ സന്തോഷം മക്കളെ കേട്ടോ. പിന്നെ ഈ ലാസ്റ്റ് ചരണത്തിൽ എല്ലാം എന്നെ മറന്നു ഞാൻ എല്ലാം, ആ എല്ലാം ശരിയല്ല. പക്ഷേ ഇപ്പോൾ MG പാടിച്ച മനോഹരമായിട്ട് പാടി മക്കൾ. വാ, അത് ഒന്നും ഒരു എത്തും പിടിയും കിട്ടാത്ത പ്രായത്തിൽ ഈ ഒരു കുഞ്ഞു വന്നിത് പാടുമ്പോൾ ഞെട്ടാനല്ലാതെ നമുക്കൊന്നും കഴിയുന്നില്ല. ഉള്ള സത്യം അതാണ്. ഇപ്പം എല്ലാ നന്മയും കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലവ് യു മുത്തേ. താങ്ക് യു സർ. ഓഡിഷൻ വന്നപ്പോൾ അങ്കിൾ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മോക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റാണല്ലോ എല്ലാ ലക്ഷണശാസ്ത്രങ്ങളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. കാരണം മോളിപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. എന്നിട്ട് പോലും ഈ പാട്ട് പഠിച്ചപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പാടി. ഈ പാട്ട് എസ്പെഷ്യലി ഒരു രാഗമാലികയാണല്ലോ. രാഗമാലിക ഫോർ എ റീസൺ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ഇപ്പം ആദ്യം സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. അവിടെ ഒരു രാഗത്തിൽ കല്യാണിയിൽ ആരംഭിച്ചിട്ട് ഓരോ ചരണങ്ങളും ഓരോ സ്ഥലങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് ക്ഷേത്രാങ്കണങ്ങളിലൂടെ പോയി, അല്ലെങ്കിൽ താരാപഥങ്ങളിലൂടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഓരോ ചരണങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓരോ സ്ഥലത്തെത്തി, വേറൊരു ഗാലക്സിയിലെത്തി, അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിലെത്തി. അപ്പോൾ ആ രാഗങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്തൊരു ലോകമുണ്ട് ആദ്യത്തെ പല്ലവിയിലൂടെ. ആ ലോകത്തിൽ നിന്ന് മാറി മറ്റൊരു ലോകത്തേക്ക് എത്തിയൊരു ഫീല് കോമ്പസിഷനിലൂടെ തന്നെ കൊടുത്തിരിക്കുന്ന രാഗമാലിക ഫോർ എ റീസൺ ആണ് ഈ പാട്ട് ശരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും അത് അറിഞ്ഞുകൊണ്ട് പാടിയിരുന്നെങ്കിലോ അല്ലേ. അതാണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം നമ്മൾ എപ്പോഴും ഊന്നി പറയുന്നതിൻ്റെ റീസൺ അതാണ്. എന്തായിരിക്കും ആഫ്റ്റർ ടോപ്പ് സിംഗർ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക. അടുത്ത ഷോയിന്റെ കാര്യമല്ല പറയണേ കേട്ടോ. പറഞ്ഞു ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക, പിന്നെ ദുബായി പോവാ. അണ്ണന്റെ പെട്ടിയിൽ കയറിയിരിക്കുക, അണ്ണൻ കൊണ്ടുപോയിക്കോളും. MG അണ്ണൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ. അല്ല, അത് സ്റ്റിൽ യു ക്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ തുടങ്ങാം അല്ലേ, വേണമെങ്കിൽ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം അതിനുവേണ്ടി സമയം കണ്ടെത്താൻ നോക്കണം അല്ലേ. ഇപ്പം നമ്മൾ മോളിപ്പോൾ ഇത്രയും നാളും ടോപ്പ് സിംഗറിലുള്ള നാളും മ്യൂസിക്കിന് വേണ്ടി അടുപ്പിച്ച് വെച്ചിരിക്കുക. അപ്പം ആ സമയം എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക, എന്തൊക്കെ ആർജിക്കാമോ അതൊക്കെ ആർജിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. അതിഥി എന്തോ എക്സെപ്ഷണൽ കമന്റ്സ് കിട്ടിയല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക് അറിയാതെ ഇങ്ങനത്തെ ഒരു ക്ലാസിക്കൽ മ്യൂസിക് ബേസ്ഡ് ഒരു കോമ്പസിഷൻ പാടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വീട്ടിലെ എല്ലാവരും ക്ലാസിക്കൽ കേൾക്കാറുണ്ടോ? വീട്ടില് കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു മോൾക്ക് നല്ല ചെവിയാണ്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ അങ്ങനെ കേട്ടത് ഇത്തിരി ആയാലും അതിൻ്റെ ഒരു എസൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് മനസ്സിൽ. അല്ലെങ്കിൽ ഈ കല്യാണിയും വസന്താവും ഇങ്ങനെ കാപ്പി രാഗമും ഏറ്റവും ഡിഫിക്കൽട്ടാണ് ആഹിരി. ലാസ്റ്റ് പാടിയതല്ലേ, ആഹിരി പാടിയ ഭോജനം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഭോജനം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇനി കിട്ടും, പക്ഷെ അത്രത്തോളം അത് എസ്പെഷ്യലി ആഹിരിന്റെ ചില ഫ്രേസസ് ഉണ്ടല്ലോ, അത് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീലാമ്മന്റെ വോയിസിൽ ആ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ എസെൻസ് ബ്യൂട്ടിഫുൾ ആണ് ഇതിലല്ലേ. അപ്പൊ അത് മോൾക്ക് എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അസലായിട്ട് ഇറ്റ് വാസ് എൻ അമേസിങ് എഫേർട്ടാണ്. അപ്പോൾ ശ്രുതി തരാമൻ. മായം ഇതാണ് ആഹിരിന്റെ ഫീൽ അല്ലേ. അത് അങ്ങനെ തന്നെ പിടിച്ച് പാടി, അത് പാടിയപ്പോൾ ഞാൻ ഔട്ട് ഫ്ലാറ്റായി. നല്ലൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഇങ്ങനെ ഒരു നല്ല നമ്മൾ കേൾവി ഞാനെന്ന് പറയും തമിഴിൽ, അത് അസാധ്യമായിട്ടുണ്ട്. എപ്പോഴും SPB സാർ പറയാറുണ്ട്, ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല, പഠിക്കാമായിരുന്നു എന്ന്. പക്ഷെ പഠിക്കാതെ തന്നെ എത്രയോ ക്ലാസിക്കൽ ബേസ്ഡ് സോങ്സ് പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ഹിയറിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാസിക്കൽ രാഗാസിനെ അങ്ങനെ പിടിച്ച് പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡിസർവ് 100 ഔട്ട് ഓഫ് 100. അതാണ് ഡിസർവ് ചെയ്യുന്ന മാർക്ക്. കാരണം ഇത്രയും പഠിച്ച് പാടിയതിന് ഡിസർവ് ചെയ്യുന്നത്. ബട്ട് അവിടെ ഇവിടെ കുറച്ചൊക്കെ പോയില്ലേ, അത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എടുക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ആസ് എ പ്രിൻസിപ്പൾ വി ആർ ഗിവിങ് യു
99 out of 100. താങ്ക് യു സർ. അത് തന്നെ ഷോക്കായി. താങ്ക് യു സർ. മോളെ എന്തോ we are giving you a super spray. താങ്ക് യു സർ. താങ്ക് യു സോ ആടി ഒരു സുന്ദര സ്വപ്ന പൂക്കുറ്റി. Congratulations, you are awarded a super spray. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ജഡ്ജസ്, നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? Aditi Ranjit. And സാഗരിക. വെൽക്കം അതിഥി കുട്ടി ആൻഡ് സാഗരിക കുട്ടി ഓൺ സ്റ്റേജ്. അങ്ങനെ ഇന്നത്തെ ഒരു അതിമനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.